Hi friends, welcome to Geethuskitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വെറൈറ്റി ബിരിയാണി ആണ് ട്ടോ. ചിക്കൻ ടിക്ക ബിരിയാണി. ഇതൊരു ഫ്ലേവർ റിച്ച് ബിരിയാണി ആണ് ട്ടോ. ചിക്കൻ ടിക്കയുടെ സ്മോക്കി ഫ്ലേവറും ബിരിയാണി മസാലയുടെ ടേസ്റ്റും കൂടി ഒരു കിടുക്കാച്ചി ബിരിയാണിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം ട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ പണി തുടങ്ങാം. ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ ബോൺലെസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചാട്ട് മസാല, ചെറിയ ജീരകപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, നല്ല കട്ടിയുള്ള തൈരും നാരങ്ങാനീരും കുറച്ച് ബട്ടറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള വലുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് കൂട്ടി പുരട്ടിയതിന് ശേഷം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് സവാള നീളത്തിൽ അരിഞ്ഞത് വറുത്തെടുക്കാം. സവാള ഗോൾഡൻ കളറായി കഴിയുമ്പോൾ കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിൽ കുറച്ച് കാഷ്നട്ട് കൂടിയിട്ട് വറുത്തെടുക്കാം. ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ കേട്ടോ. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ പറ്റിച്ചെടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമ്മുടെ സവാള കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്നും വഴണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കരി കഷ്ണം കനലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ നടുക്ക് ഒരു ചെറിയ കട്ടോരിയിലിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഫ്രൈ പാൻ ഒന്ന് മൂടി വയ്ക്കാം. ടിക്കായ്ക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് സമയം ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ ബിരിയാണി റൈസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് ഇനി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഞാനിവിടെ കഴുകി ഏകദേശം 1 മണിക്കൂറോളം കുതിർത്തി ഒരു കൊട്ടയിലോട്ട് വാരി വെച്ചിട്ടുള്ളതാണിത്. ഇനി ബിരിയാണി മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല കൊട്ടയ്ക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഇട്ടേക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ബിരിയാണി റൈസ് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് മസാലകൾ കൂടി ഇതിനകത്ത് പൊട്ടിച്ചെടുക്കാം. ഞാൻ ആദ്യം സവാള ഇട്ട് പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചൂടായി കഴിയുമ്പോൾ തന്നെ മസാല പൊട്ടിച്ചതിന് ശേഷം സവാള വഴറ്റിയാലും മതി. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ സവാളകൾ കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചാട്ട് മസാലപ്പൊടി, ചെറിയ ജീരകപ്പൊടി, കുറച്ച് ബിരിയാണി മസാല ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഇങ്ങനെ 3-4 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3-4 ഏലക്കായുടെ സീഡ് മാത്രം എടുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇത് കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്മോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അന്ന് പകുതി ഒന്നെടുത്ത് മാറ്റി വെക്കണം. നമ്മൾ ഈ ചട്ടിയിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലെയറിലിടാനായിട്ടാണ് പകുതി എടുത്ത് മാറ്റി വെക്കുന്നത്. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബിരിയാണി റൈസ് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും കാഷ്നട്ട് കൂടി കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ജാതിക്ക പൊടിച്ചതും
കുറച്ച് ബിരിയാണി മസാലയും കൂടി നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു കട്ടോരിയിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുഡ് കളർ ഓപ്ഷണലാണ്, വേണ്ടാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ വേണ്ടാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്കിനി അത് റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള റൈസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 3-4 പച്ചമുളക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂനട്ട് കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമ്മുടെ ബാക്കി വെച്ചിട്ടുള്ള ബട്ടറും തൈരും കൂടി മിക്സ് ചെയ്തതും കൂടി ചോറിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരമുറി ചെറുനാരങ്ങ നമുക്ക് ഈ റൈസിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇത് ഞാൻ ബിരിയാണി റൈസിൽ നിന്ന് ഏകദേശം 1 ഗ്ലാസോളം വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഊറ്റിയപ്പോൾ. ആ വെള്ളം നമുക്കൊന്ന് ഇതിൻ്റെ അരികത്തൂടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി ഒന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വേണ്ടാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മുടെ ബിരിയാണി ഇനി ഒന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ സാധാരണ ബിരിയാണി ദം ചെയ്യുന്നത്രയും ഈ ബിരിയാണി ദം ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഫ്ലേവറൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ദം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ദം ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവറും ബിരിയാണിയുടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അകത്തുനിന്ന് ചിക്കനും ഗ്രേവിയൊക്കെ കൂടി ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന സവാളയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കുന്നത് വളരെ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ സവാള അധികം വഴറ്റാണ്ടിട്ടത്. പിന്നെ ഈ പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ബിരിയാണി മസാലയുടെയും എല്ലാം കൂടി വരുന്നത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ ബിരിയാണിയിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ തന്നെയാണ്. അതൊരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കസ്തൂരി മേത്തിയും മല്ലിയിലേക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ വേണ്ടിയുള്ള ആൾക്കാർക്ക് കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് കസ്തൂരി മേത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. എൻ്റെ കയ്യിൽ ചാട്ട് മസാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചാട്ട് മസാല ഇട്ടത്. ഇപ്പോൾ ഞങ്ങളിവിടെ ക്വാറൻറ്റൈനിലൊക്കെ ആയതുകൊണ്ട് ആണ് ഉള്ളത് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു പരിപാടിയായിരുന്നു. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കാൻ പോകുന്നതാണ്. നമ്മുടെ പപ്പടവും ചിക്കനും കുറച്ച് അച്ചാറൊക്കെ വേണം. അച്ചാറൊക്കെ സൈഡിലിരിപ്പുണ്ട്, എടുക്കാനായിട്ട് മറന്നുപോയതാണ്. കുറച്ച് പപ്പടവും ചിക്കനും ആ ഒരു മസാലയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മസാലയുടെ അളവൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഇട്ടേക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.